നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ഒരു ഭാഗത്ത് ഇങ്ങനെ ആവേശം കൊട്ടിക്കയറുമ്പോൾ മറുഭാഗത്ത് ട്രാൻസ്ഫർ ജാലകം സജീവമാവുകയാണ്. ഇതാ ഹുലിയൻ അൽവാരസിനായിട്ടുള്ള ബാഴ്സലോണയുടെ ഒഫീഷ്യൽ നീക്കം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇബ്രാഹിമ കൊനാറ്റെ ക്ലബ്ബ് വിടുന്നു. അതുപോലെ സാവിഞ്ഞോക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു. സെൻസിയെ ടോട്ടനാം ഹോട്ട്സ്പർ സ്വന്തമാക്കുന്നു. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ആൻ്റണി ഗോർഡനെ ഇപ്പം എന്തായാലും ബാഴ്സലോണ സ്വന്തമാക്കുകയാണല്ലോ. അതിൻ്റെ വാർത്ത നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അതേസമയം സാവിഞ്ഞോയെ സ്വന്തമാക്കാനുള്ള ശ്രമവുമായിട്ട് സ്പേഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിൽ അദ്ദേഹത്തെ വിട്ടുകൊടുത്താൽ മറ്റൊരു വിങ്ങറെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. സിറ്റിക്ക് സാവിഞ്ഞോ നിലനിർത്തണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ സാവിഞ്ഞോക്ക് ക്ലബ്ബ് വിടാൻ താല്പര്യമുണ്ട് എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മൂവ് ചെയ്യാനുള്ള സാധ്യത ഏറിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ ബാഴ്സലോണ ഒഫീഷ്യൽ പ്രപ്പോസൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് അയച്ചിരിക്കുന്നു. ഹുലിയൻ അൽവാരസിൻ്റെ കാര്യത്തിൽ ഒഫീഷ്യൽ പ്രപ്പോസൽ 100 മില്യൺ യൂറോയുടെ ഒഫീഷ്യൽ പ്രപ്പോസലാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നു. ആഡ് ഓൺസ് ഇല്ല, നോ പ്ലേയേഴ്സ് ഇൻവോൾവ്ഡ്. സോ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് 100 മില്യൺ അങ്ങ് തരും. ഹുലിയൻ അങ്ങ് തരുമോ എന്ന് ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ് ബാഴ്സ. ബാക്കി നെഗോസിയേഷൻസ് പിന്നാലെ നടക്കുമെന്ന് കരുതാം. അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 10-24 മണിക്കൂറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളിൽ അവർ ഹാപ്പി അല്ല എന്നാണ് വിവരം. പക്ഷേ ഹുലിയൻ ഓൾറെഡി ക്ലബിനെ അറിയിച്ചിട്ടുണ്ട് തനിക്ക് ക്ലബ്ബ് വിടണമെന്ന്. അതുപോലെ തന്നെ ഇബ്രാഹിമ കൊനാറ്റയുടെ കാര്യത്തിൽ അദ്ദേഹം ലിവർപൂൾ വിടുകയാണ്. ഫ്രീ ഏജൻ്റായിട്ട് ലിവർപൂൾ വിടുന്നു, കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്നാണിപ്പോൾ ടോക്ക് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ ഉദ്ധരിച്ചുകൊണ്ട് ഫബ്രീസിയോയും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ക്ലബ്ബ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ടോക്കുകൾ നടന്നിരുന്നു, പക്ഷേ അത് സംഭവിച്ചില്ല. അദ്ദേഹം ഇപ്പോൾ ക്ലബ്ബ് വിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഫ്രീ ഏജൻ്റായിട്ട് അദ്ദേഹം ക്ലബ്ബ് വിടുന്നു എന്നർത്ഥം. അതേസമയം തന്നെ മാർക്കോസ് സെൻസി അദ്ദേഹം ടോട്ടനാം ഹോട്ട്സ്പറിലേക്ക് ചേക്കേറുന്നു. അത് ഇപ്പം ഷുവർ ഫയർ കാറ്റഗറിയിലേക്ക് മാറിയിട്ടുണ്ട്. ഡീല് ഇപ്പം വെർബൽ എഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞതായിരുന്നു. അതേസമയം ഇപ്പോൾ അത് മറികടന്ന് ക്ലബ്ബുകൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് കൂടി എത്തിയിട്ടുണ്ട്. 4 വർഷത്തെ കോൺട്രാക്റ്റാണ് സെൻസിക്ക് കൊടുക്കാൻ പോകുന്നത് എന്നാണ് വിവരം. അദ്ദേഹം ഇതാ ടോട്ടനാം ഹോട്ട്സ്പറിലേക്ക് പോകുന്നു. സോ റോബർട്ട്സൺ അങ്ങോട്ടേക്ക് എത്തുന്നു എന്ന വാർത്ത നമ്മൾ കേട്ടിരുന്നതാണ്. അതിൻ്റെ പിന്നാലെയാണിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വരവ് കൂടി സംഭവിക്കുന്നത്. ടോട്ടനാമിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത സീസണിൽ കൂടുതൽ കരുത്തോടുകൂടി തിരിച്ചു വരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതേസമയം വിനി ജൂനിയറുടെ കാര്യം, അദ്ദേഹം റയലിൽ എന്തുകൊണ്ടാണ് കോൺട്രാക്റ്റ് പുതുക്കാത്തത് എന്ന ചോദ്യം ആരാധകർക്കിടയിലുണ്ട്. ഇന്നലെ ഫ്ലോറന്റിനോ പെരസ് പറഞ്ഞത്, ഞാൻ പ്രതീക്ഷിക്കുന്നത് വിനി അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുമെന്നാണ്. ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളാണ് വിനി. ലോകത്തെ മികച്ചവരെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടെ തുടരും എന്ന് തന്നെ കരുതണം. എന്നാൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത വന്നിട്ടുള്ളത് അർജൻറ്റീനയുടെ താരത്തെ, അതായത് ടാലൻറ്റഡ് ഫുൾ ബാക്ക് ആയിട്ടുള്ള മാറ്റിയോ ഡെൽ ബ്ലാങ്കോയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്ട്രാസ്ബർഗ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല യൂറോപ്യൻ ക്ലബ്ബുകളും താരത്തിനായിട്ട് രംഗത്തുണ്ട്. എന്നാൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി സ്ട്രാസ്ബർഗ് മുന്നോട്ട് പോകുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതോടൊപ്പം തന്നെ വേൾഡ് കപ്പിൻ്റെ ആവേശം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ട്രാൻസ്ഫർ ജാലകത്തിലും ആവേശം കുട്ടിക്കയറുകയാണ് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.